നമസ്കാരം. ഈ ആഴ്ചയിലെ വീക്കിലി ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വിശേഷങ്ങൾ. ഓണാഘോഷം ഗംഭീരമാക്കി ബ്രില്യൻ കുടുംബം. ആഘോഷം കളറാക്കി മാവേലിയും മത്സരങ്ങളും ഓണസദ്യയും. ഓണാവധിക്ക് വീടുകളിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥികൾക്ക് യാത്രയൊരുക്കിയത് 52 KSRTC ബസ്സുകൾ ഉൾപ്പെടെ 100ഓളം വാഹനങ്ങളിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ ആർദ്രയും തേനി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ റാർഷികയും ക്യാമ്പസിലെത്തി. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് സ്വപ്നം കാണുന്നവർക്കായി ബ്രില്യന്റിന്റെ പുതിയ കോഴ്സുകൾ. ബ്രില്യന്റിനും കേരളത്തിനും അഭിമാനമായി ജോഹാൻ സാബു 15ാം വയസ്സിൽ എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്തു. 2024 ഓണം ഗംഭീര ആഘോഷമാക്കി ബ്രില്യൻ ഫാമിലി. 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വാശിയേറിയ വർണ്ണാഭമായ ഓണാഘോഷത്തിനാണ് ഇക്കുറി തിരിതെളിഞ്ഞത്. മലയാളികളുടെ മഹോത്സവമാണ് തിരുവോണം. ഓണത്തിന്റെ പ്രാദേശിക വകഭേദങ്ങളും വസ്ത്രധാരണങ്ങളുമൊക്കെയായി ബ്രില്യൻ ഫാമിലി ഇക്കുറി ഓണത്തപ്പനെ വരവേറ്റത് ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിയാണ്. ബ്രില്യൻ ക്യാമ്പസിന്റെ വിവിധയിടങ്ങളിൽ 4 ഗ്രൂപ്പുകൾ വർണ്ണശബളമായ അത്തപ്പൂക്കളം ഇട്ടുകൊണ്ടാണ് തുടക്കം. 4 ഗ്രൂപ്പുകൾ തമ്മിൽ വാശിയേറിയ ഓണാഘോഷ പരിപാടികളാണ് അരങ്ങേറിയത്. വടംവലി, മലയാളിമങ്ക, പുരുഷകേസരി, ഓണപ്പാട്ട്, തിരുവാതിര, കസേരകളി, സുന്ദരിക്ക് പൊട്ടുതൊടൽ, പഞ്ചഗുസ്തി മത്സരം തുടങ്ങി ഓണത്തിന്റെ ആവേശം നിലനിൽക്കുന്ന എല്ലാവിധ കലാപരിപാടികളും ക്യാമ്പസിൽ നടക്കുകയുണ്ടായി. ബ്രില്യന്റിന്റെ കേരളമെമ്പാടുമുള്ള എല്ലാ സെന്ററുകളിലും ഓണാവേശം ഒട്ടും ചോരാതെ നിലനിന്നു എന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. എല്ലാത്തിനുമൊടുവിൽ ഡയറക്ടർ ജോർജ് തോമസ് നേതൃത്വം വഹിച്ച യെല്ലോ ഗ്രൂപ്പിന് 1ാം സ്ഥാനവും ഡയറക്ടർ സന്തോഷ് കുമാർ നേതൃത്വം വഹിച്ച ഗ്രീൻ ഗ്രൂപ്പിന് 2ാം സ്ഥാനവും കരസ്ഥമാക്കാൻ സാധിച്ചു. ബ്രില്യൻ ഫാമിലി പല ഗ്രൂപ്പുകളായി തിരിഞ്ഞെങ്കിലും ഓണാഘോഷ നാളിൽ ബ്രില്യൻ സ്റ്റാഫ് അംഗങ്ങൾ കാട്ടിത്തന്ന പ്രധാന വസ്തുത എന്നത് ഒത്തൊരുമയുടെയും സൗഹൃദത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണ് ഓണം എന്നു തന്നെയാണ്. നിരവധി വിഭവങ്ങളും പായസവും പ്രഥമനുമൊക്കെ കൂട്ടിയുള്ള ഓണസദ്യയും ബ്രില്യന്റ് എന്ന പേരിനെ അന്വർത്ഥമാക്കും വിധമുള്ളതായിരുന്നു. ഓണം ആഘോഷിക്കുന്നതിനായി ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ വീടുകളിലേക്ക് മടങ്ങിയത് സ്പെഷ്യൽ KSRTC ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും ഉൾപ്പെടെ 100ഓളം വാഹനങ്ങളിലാണ്. കേരളത്തിലെ വിവിധ ഡിപ്പോകളിൽ നിന്ന് ബസ്സുകൾ അണിനിരുന്നതോടെ സംഭവം വാർത്തകളിൽ ഇടം പിടിച്ചു. റിപ്പോർട്ടിലേക്ക്. പാലായിലെ ഈ വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് റിപ്പീറ്റേഴ്സ് വിദ്യാർത്ഥികളാണ് ഓണം ആഘോഷിക്കാനായി വീടുകളിലേക്ക് മടങ്ങിയത്. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ 52 KSRTC ബസ്സുകൾ ഉൾപ്പെടെ 100ഓളം ബസ്സുകളാണ് വിദ്യാർത്ഥികൾക്ക് പോകുന്നതിനായി ബ്രില്യൻ ക്രമീകരിച്ചത്. വിവിധ ഡിപ്പോകളിൽ നിന്നായി എത്തിയ KSRTC ബസ്സുകൾ ബ്രില്യന്റിന്റെ ക്യാമ്പസിലെത്തിയാണ് വിദ്യാർത്ഥികളെ കയറ്റിയത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലേക്ക് പോകുന്ന ഈ KSRTC ബസ്സുകൾ സ്റ്റാൻഡുകളിൽ കയറുകയോ പൊതുജനത്തെ കയറ്റുകയോ ചെയ്യാതെയുള്ള സ്പെഷ്യൽ പെർമിറ്റുകളായിരുന്നു എന്നതും പ്രത്യേകതയാണ്. ഒരു എൻട്രൻസ് സ്ഥാപനത്തിന് വേണ്ടി മാത്രം 52ഓളം KSRTC ബസ്സുകൾ നിരത്തിലിറങ്ങിയത് മുഖ്യധാരാ മാധ്യമങ്ങളും വാർത്തയാക്കിയിരുന്നു. എല്ലാ വർഷങ്ങളിലും ഓണം ആഘോഷിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കായി കേരളത്തിലുടനീളം KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ബ്രില്യൻ ഒരുക്കാറുണ്ടായിരുന്നു. നീറ്റ് പരീക്ഷയിൽ മികച്ച സ്കോർ കരസ്ഥമാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ ആർദ്രയും തേനി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ റാർഷികയും ക്യാമ്പസിലെത്തി അധ്യാപകരെ കണ്ട് സന്തോഷം പങ്കുവച്ചു. വിവരങ്ങളിലേക്ക്. ഈ കഴിഞ്ഞ നീറ്റ് 2024 എക്സാമിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ ആർദ്രയും തേനി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ സാധ്യമാക്കിയ റാർഷികയുമാണ് തങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ ബ്രില്യന്റിലേക്ക് വീണ്ടും എത്തിയത്. തമിഴ്നാട് കന്യാകുമാരി സ്വദേശിനിയായ റാർഷിക Q39 റിപ്പീറ്റേഴ്സ് ബാച്ചിൽ പഠിച്ചാണ് തന്റെ ആഗ്രഹം സഫലമാക്കിയത്. അഡ്മിഷൻ തിരക്കുകൾ ആരംഭിച്ചതോടെ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ കണ്ട് അനുഗ്രഹം വാങ്ങിയാണ് ഈ വിദ്യാർത്ഥിനികൾ മടങ്ങിയത്. കൂടാതെ നിരവധി വിദ്യാർത്ഥികൾ തങ്ങൾ ആഗ്രഹിച്ച മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ സന്തോഷം പങ്കുവയ്ക്കാനായി ക്യാമ്പസിലേക്ക് എത്തുന്നുമുണ്ട്.
നീറ്റ് ജെഇ പരീക്ഷകളിൽ മികവാർന്ന വിജയം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി വിവിധ ബാച്ചുകൾ ബ്രില്യന്റിൽ ആരംഭിച്ചു. വിശദാംശങ്ങൾ. 2025 നീറ്റ് എക്സാമിനായി ബ്രില്യന്റിൽ ഏറ്റവും പുതിയ ഓഫ്ലൈൻ ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചുകൾ ആരംഭിക്കുകയാണ്. സെപ്റ്റംബർ 18 ഓൺലൈൻ റിപ്പീറ്റർ ബാച്ച് ആരംഭിച്ചു കഴിഞ്ഞു. നിരവധി വിദ്യാർത്ഥികളാണ് ഇതിനോടകം അഡ്മിഷൻ നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 25 പുതിയ ഓഫ്ലൈൻ ബാച്ചും ആരംഭിക്കും. +1 +2നൊപ്പമുള്ള എൻട്രൻസ് കോച്ചിംഗ് പ്രോഗ്രാമായ IIT എയിംസ് 2 ഇയർ +2 പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീനിംഗ് ടെസ്റ്റ് സെപ്റ്റംബർ 29 നടക്കും. നിരവധി വിദ്യാർത്ഥികൾ ഇതിനോടകം രജിസ്ട്രേഷൻ നടപടികളും പൂർത്തിയാക്കി കഴിഞ്ഞു. ബ്രില്യന്റിനും കേരളത്തിനും അഭിമാനമായി മാറിയ ജോഹാൻ സാബുവിന്റെ പുസ്തകം പ്രകാശനം ചെയ്തു. ചടങ്ങിൽ പങ്കെടുത്തത് കലാ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരാണ്. റിപ്പോർട്ട് കാണാം. മുൻമന്ത്രി KV തോമസ്, റെവറന്റ് ഫാദർ മാർ ഗ്രിഗോറിയസ് ആർച്ച് ബിഷപ്പ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് ബ്രില്യന്റിലെ വിദ്യാർത്ഥിയായ ജോഹാൻ സാബുവിന്റെ പുസ്തകം പ്രകാശനം ചെയ്തത്. 15-ാം വയസ്സിൽ പുസ്തകം എഴുതി വിദ്യാർത്ഥി സമൂഹത്തിനാകെ മാതൃകയായിരിക്കുകയാണ് ഈ വിദ്യാർത്ഥി. കോവിഡ് കാലത്ത് മനസ്സിൽ വിരിഞ്ഞ കഥാപാത്രങ്ങൾക്ക് അക്ഷരങ്ങൾ കൊണ്ട് ജീവൻ നൽകി ജോഹാൻ അതൊരു പുസ്തക രൂപേണ പ്രസിദ്ധീകരിക്കുകയായിരുന്നു. ജാക്ക് മേരി എന്നു പേരുള്ള 2 കഥാപാത്രങ്ങളുടെ സാഹസിക യാത്രയെ പശ്ചാത്തലമാക്കിയുള്ള ഏതാനും സംഭവ വികാസങ്ങളാണ് പുസ്തക സംഗ്രഹം. മലപ്പുറം തിരൂറുള്ള സുസ്മയ പബ്ലിക്കേഷൻസ് ആണ് ലെജൻഡ്സ് ഓഫ് മലേഷ്യ എന്ന പുസ്തകം പ്രകാശനം ചെയ്തത്. ഈ ആഴ്ചയിലെ വീക്കിലി ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വാരം വീണ്ടും കാണാം. നന്ദി.